പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ വളരെ ലൈറ്റും ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിപ്പൊടി ചേർക്കാതെ ഇച്ചിരി കൂടി മൈദമാവ് ചേർത്ത് ഇച്ചിരി ബലത്തിൽ കുഴച്ചെടുത്ത് സവാള വടയായിട്ടും തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/3 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യണ്ട. എല്ലാ പൊടികളൊക്കെ മിക്സ് ചെയ്ത ശേഷം സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഈസ്റ്റിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഈസ്റ്റ് ഫെർമെന്റ് ആവുന്ന നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ചെറിയ തിന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. കടഭാഗം നന്നായിട്ട് ചെത്തിക്കളയാം കേട്ടോ. എന്നാലാണ് സവാള ഇങ്ങനെ ഒറ്റപ്പെട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. 2 ഇതള വേപ്പില, അത് ചെറിയ വേപ്പില ആയതുകൊണ്ട് ഞാൻ അധികം മുറിച്ചിട്ടില്ല. അപ്പൊ വലിയ വേപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിടാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ. ഇത് ഇനിയിപ്പോൾ അവിടെ മാറ്റി വെക്കാം. നമ്മുടെ ഈസ്റ്റ് ഇപ്പൊ ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വല്ലാതെ പൊങ്ങിയൊന്നും വന്നിട്ടില്ല. അത് സാരില്ല. ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി സ്ട്രെയിൻ ചെയ്ത് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം മതിയാവില്ല. 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പൊ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇച്ചിരി കട്ടിക്ക് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള വടയായിട്ടും ഇത് തയ്യാറാക്കാം കേട്ടോ. നമ്മൾ ഈ കുറുക്കുറയൊക്കെ പോലെ നല്ല ലൈറ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൂചി ഇട്ട് കൊടുക്കാം കേട്ടോ. റവയാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഇട്ടെടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫെർമെന്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. 8 മണിക്കൂറാണ് ഞാൻ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. നിങ്ങളിത് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഫെർമെന്റ് ചെയ്ത് വെക്കാം. വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. ഇപ്പൊ ഞാനിത് 8 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നന്നായിട്ട് ഫെർമെന്റ് ആയി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ സൂചി ഇട്ടെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ റൈസ് ഫ്ലോറും കൂടി ആവുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ റൈസ് ഫ്ലോർ ഒഴിവാക്കാം കേട്ടോ. ഈ ബാറ്ററി ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. ഒരു കയ്യില് കുറച്ചായിട്ട് കോരി ഇട്ടെടുത്ത് ബോൾസ് ആയിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടെടുത്ത് കോർണർ മുറിച്ചിട്ട് ചെറിയ പീസുകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഓയിലിന്റെ കവറാണ്. അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒരു കോർണർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ പീസുകളായിട്ട് ഇട്ടെടുത്താൽ മതി. ഇതാവുമ്പോൾ നല്ല എളുപ്പമാട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം ബാറ്റർ ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ബാറ്റർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ആവി തെറിക്കാതിരിക്കാനാണ്. അതിനുശേഷം ഇട്ടെടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ലൈറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വളരെ ലൈറ്റാണ്. നല്ല ക്രിസ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സെയിം രീതിയിൽ ബാക്കിയുള്ള ബാറ്ററുകളും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. നമ്മൾ ഒന്നരാടം വെച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സ്ട്രക്ചർ കണ്ടോ? വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, ലൈറ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഓൾ.